ഒരുപാട് പൊളിറ്റിക്കൽ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അത്യാവശ്യമാണ് ഈ നിയമസഭയുടെ അല്ലെങ്കിൽ ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആസ്ഥാനം എന്നുള്ള നിലക്ക് നിയമസഭയെ അടുത്തറിയാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം, ഈ അവസരം കൂടുതൽ ജനകീയമായി അവരിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കാഴ്ചകൊണ്ടാണ് കണ്ടിട്ട് പോകുന്ന വിചാരിച്ചത്. നമ്മൾ മുമ്പ് വന്ന് കണ്ടിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്, കൊള്ളാം, വളരെ നൈസ്. ഇത് വലിയ ഒരു അനുഗ്രഹമാണ് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിയമസഭയെക്കുറിച്ചും നിയമസഭാ നടത്തിപ്പിനെക്കുറിച്ചും ജനാധിപത്യ പ്രക്രിയയിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അവബോധമുണ്ടാക്കാൻ വലിയ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഗതിയായി ഞങ്ങൾ അതിനെ കാണുകയാണ്. നല്ല രസമുണ്ട്. അതുപോലത്തെ സ്റ്റാഫുകളൊക്കെ ഞങ്ങൾക്ക് വളരെ മാന്യമായി ഞങ്ങളോട് പെരുമാറി, അതൊക്കെ അഭിനന്ദനമാണ്. നിയമസഭയാണ്, ഇതിൻ്റെ അകത്തൊന്ന് കയറാൻ പറ്റി, കാണാൻ പറ്റി എന്നുള്ള ഒരു ഇതിലാണ്. നല്ല രസമുണ്ട്. ലൈറ്റ്സ് ഒക്കെ വെച്ച് നല്ല അല്ല, ഈ ലൈറ്റിംഗ് ഒക്കെ നമുക്ക് ഭയങ്കര കൗതുകമാണ്. നമ്മൾ ആദ്യമായിട്ട്, ഞാൻ ഇവിടെയല്ല നാട്, പത്തനംതിട്ടയാണ്. അപ്പം തിരുവനന്തപുരത്ത് ഏറ്റവും നമുക്ക് ഈ ലൈറ്റിംഗ് ഒക്കെ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്ന ഇതുവഴി പോകുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ്. കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ വേറൊരു ഫീലിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഉള്ളിലേക്ക് ഒന്ന് കയറാൻ അവസരം കിട്ടിയാൽ അതുകൂടി യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഉണ്ട്. കയറി വരുന്നത് ആദ്യമായിട്ടാണ്, പുറത്തോടെ പോകുമ്പോൾ കാണുന്നുണ്ട്. ഞങ്ങൾക്കൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞങ്ങളിവിടെ തിരുവനന്തപുരം, ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. തിരുവനന്തപുരത്ത് ഇങ്ങനെ കാണാൻ വന്നപ്പോൾ ഇവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. ആദ്യമായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറാൻ ഇങ്ങനൊരു അവസരം കിട്ടുന്നു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇങ്ങനൊരു ഇത് പ്രതീക്ഷിച്ചില്ല, അതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നൊരു പ്രതീക്ഷ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ടി വിയിൽ കണ്ട് ആ സാധനം നേരിട്ട് കാണാൻ പറ്റുന്നൊരു ക്യൂരിയോസിറ്റി.